അമേരിക്കൻ നഗരമായ ലോസ് ആഞ്ചലസിൽ പടരുന്ന കാട്ടുതീ ഇതുവരെ അത് നിയന്ത്രണ വിധേയമായിട്ടില്ല. ഈ പടർന്നു പിടിച്ച കാട്ടുതീയിൽ ജനങ്ങൾ ആകെ ആശങ്കയിലാണ്. എന്നാൽ ഈ ദുരന്തത്തെ പോലും ചിലർ സമീപിക്കുന്നത് വളരെ മോശം രീതിയിലാണ്. വീട് വിട്ട് ഓടേണ്ടി വന്ന നിസ്സഹായരായ മനുഷ്യരെ മോഷണത്തിലൂടെ ചൂഷണം ചെയ്യുകയാണ് ചിലർ. ഉപേക്ഷിക്കപ്പെട്ട വീടുകൾ, കാട്ടുതീയിൽ പൂർണ്ണമായും കത്തി നശിക്കാത്ത വീടുകൾ എന്നിവിടങ്ങളിലൊക്കെ കയറിയാണ് ഈ ഒരു മോഷണം നടത്തുന്നത്. എന്തായാലും കള്ളന്മാരെ പോലീസ് പിടിച്ചിട്ടുണ്ട്. ലോസ് ആഞ്ചലസിലെ ഒരു കായിക താരം അദ്ദേഹത്തിന് വീട് വിട്ടു പോകേണ്ടി വന്നപ്പോൾ അദ്ദേഹം നേടിയെടുത്ത അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാലയളവിലെ അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായി അദ്ദേഹം നേടിയെടുത്ത 10 മെഡലുകൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് വീട് വിട്ടു പോകേണ്ടി വന്നത്. ഇത്തരത്തിൽ ദുഃഖകരമായിട്ടുള്ള എല്ലാ വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഭാഗികമായി തീപിടിച്ച വീടുകളിൽ നിന്നും അതുപോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട വീടുകളിലെല്ലാം കയറി ആളുകൾ മോഷണം നടത്തുന്നു എന്നുള്ള ഒരു വാർത്തകൾ കൂടി വരുന്നത്. അതിലിപ്പോൾ 20 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഈ ഒരു മോഷണം നടത്തുന്ന ആളുകളുടെ ഒരു മാനസിക നില എന്താണെന്ന് പോലും നമുക്ക് ആലോചിക്കാൻ വയ്യ. കാരണം അത്രയും പ്രിയപ്പെട്ട തൻ്റെ വീടും സ്ഥലവും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഈ മനുഷ്യർ സ്വന്തം ജീവന് വേണ്ടി വീട് വിട്ട് പോകുന്നത്. അവർക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടാവാം, പ്രിയപ്പെട്ടതുണ്ടാവാം, എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്ന നിസ്സഹായരായ മനുഷ്യരാണവർ. അത്തരത്തിൽ പോകുന്ന ആളുകളുടെ വീട്ടിൽ കയറിയാണ് ഇത്തരത്തിൽ മോഷണം നടത്തുന്നത്. വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് വന്നത്.